അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമർ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സമർ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾക്കാണ് അറബിയിൽ സമർ എന്ന് പറയുക. സഉൻ എന്ന പുതിയ അക്ഷരത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പായി സഉൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണ രീതി അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സ, നാവിൻ്റെ അഗ്രവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നു, നിങ്ങൾ ഇതുപോലെയാണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ നാവിൻ്റെ നീല കളറിൽ കൊടുത്തതാണ് നാവിൻ്റെ അഗ്രം എന്ന് പറഞ്ഞാൽ തലഭാഗം. ഈ തലപ്പ് കണ്ടങ്ങൾ, ഇത് നിങ്ങളെ മുൻപല്ലുണ്ടല്ലോ, കുഞ്ഞു മക്കളുടെ മുൻപല്ലിൻ്റെ അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി, തട്ടിച്ച് നോക്കി. സ സ സ സ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, ഒരു കാറ്റ്, കുറച്ച് ചെറിയ കാറ്റ് എന്ത് ചെയ്യും, പുറത്തേക്ക് ഇങ്ങനെ വരും. അതാണ് നമ്മൾ പാട്ടിലൂടെ പഠിച്ചത്. എന്താ പഠിച്ചത്? സാൻ്റെ പാട്ട് ഒന്ന് ഓർത്തു നോക്കി. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ബാനെ പറ്റിയൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ചുണ്ടുകൾ രണ്ടും തമ്മിൽ ചേർത്ത് വായ തുറന്നു ബാബ, ബാസിമ വന്നു ബാബ് തുറന്നു, ബത്ത കരഞ്ഞു ബാബ. ഇവിടെ നമ്മൾ പറയുന്നു, നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ മുരടിൽ വച്ചാൽ താ, അത്തിമരത്തിൻ പൊത്തിലിരിക്കും തത്ത പറഞ്ഞു താ. ഇത് താൻ്റെ പാഠത്തിലൂടെ നമ്മൾ പറഞ്ഞു. ഇനി സാൻ്റെ പാഠത്തിലൂടെ നമ്മൾ പറയുന്നത് എന്താണ്? നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ താഴെ തലയിൽ വെച്ചാട്ടെ, നേരിയ കാറ്റ് പുറത്തേ കൊടുകും നല്ലൊരു സാ പറഞ്ഞാട്ടെ. ഓക്കെ, ഇനി സാവ് നമുക്ക് പറഞ്ഞു നോക്കാം. ഈ നാവിൻ്റെ തലന്മേൽ എന്ത് ചെയ്യുക, ഈ മുൻപല്ലിൻ്റെ തലഭാഗം ടച്ച് ചെയ്യുക. അപ്പോൾ കാറ്റിങ്ങനെ ചെറിയ കാറ്റ് പുറത്തേക്ക് വരും. അങ്ങനെ ഒരിക്കലും നാവ് എന്ത് ചെയ്യരുത്, പല്ലിനെ പുറത്തേക്ക് ചാടരുത്, പല്ലിനെ മുകളിൽ കയറ്റി വെക്കരുത്, ഒന്നും ചെയ്യരുത്. ഈ തലപ്പ് മേൽ ഇങ്ങനെ പതിയെ തട്ടിച്ചു കൊടുത്താൽ മതി. സ സ സ സ സു സി സുൻ, സ സു സി സുൻ. ഇത് നമ്മുടെ വായുടെ ഉൾഭാഗത്തൊരു ചിത്രമാണ്. ഇതുപോലെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുക. ആവർത്തിച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. നമുക്ക് പാഠത്തിലേക്ക് തിരിച്ചു പോകാം. സമർ, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമർ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്. ഓക്കെ, സ എഴുതുന്ന രൂപം നമുക്ക് അവസാനം പറയാം. ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. സമർ സമർ സമർ, സൗബുൻ സൗബുൻ സൗബുൻ, സുബൂത്തുൻ സുബൂത്തുൻ സുബൂത്തുൻ, സിയാബുൻ സിയാബുൻ സിയാബുൻ, വസ്ബുൻ വസ്ബുൻ വസ്ബുൻ, സ സു സി സുൻ ബുസ്, സ. കൂട്ടത്തിൽ നിങ്ങൾ വായിക്കൂ, ശ്രദ്ധിക്കുക. സമർ 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 സമർ, സൗബുൻ 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 സൗബുൻ, സുബൂത്തുൻ 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 സുബൂത്തുൻ, സിയാബുൻ 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 സിയാബുൻ, വസ്ബുൻ 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 വസ്ബുൻ, സ സു സി സുൻ ബുസ്, സ സു സി സുൻ ബുസ്. സ എന്ന അക്ഷരത്തിൻ്റെ ഫതഹ, ലൊമ്മ, കസ്റ, തൻവീൻ, സുക്കൂനൊക്കെ കൊടുത്ത രൂപമാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ചുവന്ന കളറിൽ കൊടുത്ത സ സു സി, ഈ രൂപം പ്രത്യേകം മനസ്സിലാക്കണം. ഇതാ, വലത്തുനിന്ന് അടിക്ക് ചെരിച്ച വര, എന്നിട്ട് നീണ്ട വര മുകളിലേക്ക് ഉയർത്തിയിട്ട് തൊട്ട് മുകളിൽ വലത് ആദ്യം പുള്ളി,
തൊട്ടടുത്തു തന്നെ ഇടത് പുള്ളി, രണ്ടിൻ്റെയും ഒത്ത നടുവിൽ മുകളിൽ ഒരു പുള്ളി. ഇങ്ങനെയാണ് സ എഴുതേണ്ടത്. ഈ ഏറോ പോകുന്നത് ഇങ്ങനെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായോ? ഇതുപോലെ വളരെ ഭംഗിയായി സ എഴുതാൻ പഠിക്കുക. സ, സു, സി, സുൻ, ബുസ്. സ എന്നതിൻ്റെ ഉച്ചാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ക്രീനിൽ കാണിച്ചതുപോലെ ചിത്രം നോക്കി അതുപോലെ പലവട്ടം വായിച്ച് കേട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഉച്ചരിക്കുക. പാഠത്തിൻ്റെ തെതിരി ഭാഗത്ത് നമുക്ക് നോക്കാം. നഖറ നമുക്ക് വായിക്കാം. സബ്ബത 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 തസ്ബീതുൻ 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 സുബൂതുൻ 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 അസ്ബത 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 അസ്ബത. ഈ വാക്കുകൾ പലവട്ടം വായിക്കണം. ഒരുപാട് തവണ വായിക്കുമ്പോഴാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണ രൂപം കൃത്യമായി പഠിയുക, മനസ്സിലാക്കാൻ സാധിക്കുക. നദഉ ദാഇറതൻ അലാ സ. നദഉ ദാഇറതൻ അലാ സ. സ എന്നതിന് മേൽ നമുക്ക് വട്ടം വരക്കാം. ഫസമ്മ യബ്അസു മസ്വാക്കും സിയാബുൻ. ഈ 4 വാക്കുകളിൽ സ എന്നതിന് മാത്രം വട്ടം വരക്കുക. സ ഇവിടെ 1, സു, സ്, സി ഇവകൾക്കാണ് വട്ടം വരയ്ക്കേണ്ടത്. ഫസമ്മ യബ്അസു മസ്വാക്കും സിയാബുൻ. ഓക്കെ, നമുക്കൊന്ന് വരച്ചു നോക്കാം. നോക്കൂ, ഇതുപോലെ 1, 2, 3, 4 ഇതുപോലെ നിങ്ങളും വട്ടം വരയ്ക്കുക. ഇനി നക്തുബു നമുക്ക് എഴുതാം. അബുൻ തുബ്തു സബത തസ്ബീതുൻ. അബുൻ തുബ്തു സബത തസ്ബീതുൻ. ഈ 4 വാക്കും അടിയിൽ നിന്ന് മുകളിലോട്ട് വരിയിൽ എഴുതേണ്ടത് വരിയിലായിട്ട് എഴുതുക. ഇവിടെ പുള്ളികളും ഈ തസ്ബീ എന്നതിൻ്റെ കസ്റയും യാൻ്റെ 2 പുള്ളിയും ഇത് മാത്രമാണ് വരിക്ക് താഴെ വരേണ്ടത്. ബാക്കിയൊക്കെ വരിക്ക് മുകളിലാണ്. ആ രൂപത്തിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് ഭംഗിയായി എഴുതുക. ഇനി നക്തശുഫു സ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് സായ നമുക്ക് കണ്ടെത്താം. മസിന വസുലാസ് തസ്ബീതൻ വസബ്ബിത്. മസിന വസുലാസ് തസ്ബീതൻ വസബ്ബിത്. കണ്ടോ, ഇവിടെ മസിന വട്ടം കൊടുക്കുക, ഇവിടെ സു, ഇവിടെ സ, തസ്ദ ഇവിടെ 1, ഇവിടെ വസബ്ബിത് എന്നതിലും 1. 1, 2, 3, 4, 5 ഈ 5 എണ്ണത്തിലേക്ക് വട്ടമോ വരയോ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മുൻ പാഠങ്ങളെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സ എന്നതിൻ്റെ ഫതഹ, ലമ്മ, കസ്റ, സുക്കൂൻ കൊടുത്ത രൂപങ്ങൾ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. സ എന്നതിനൊക്കെ വട്ടം വരച്ചു. വ്യത്യസ്ത വാക്കുകളെ ഇതിലൂടെ പരിചയപ്പെട്ടു. ഇവിടെ നഖറൗ എന്നതിൻ്റെ 4 വാക്കുകൾക്ക് പുറമെ ഇവിടെയൊക്കെ ഓരോ ഉദാഹരണത്തിൽ വ്യത്യസ്ത വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു പഠിക്കണം. ഇതടക്കം ഇതൊക്കെ നമ്മൾ വായിച്ചു പഠിക്കണം. അത് പ്രത്യേകം വായിച്ച് അങ്ങനെ റിപ്പീറ്റ് അടിച്ചു പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാക്കുകൾ മനസ്സിലാക്കാനും സാധിക്കും. വായന ക്ലിയർ ആവുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.